വി.ഡി. സതീശനോട് വലിയ കാര്യം വിശദീകരിച്ചിട്ടൊന്നും കാര്യമില്ല. കനകോലു സിദ്ധാന്തത്തിന്റെ തീരുമാനമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് ഉൾപ്പെടെ മനുസ്മൃതിയുടെ ഭാഗമായിട്ട് ബ്രാഹ്മണ്യത്തിന്റെ കാലത്ത് എവിടെ നിൽക്കണമെന്ന് തീരുമാനിക്കപ്പെട്ട ആ പാവപ്പെട്ട മനുഷ്യർ, അവരുൾപ്പെടെയുള്ള കേരളത്തിലെ ജനത, ആ ജനതയെ മുന്നോട്ടേക്ക് നയിക്കുക എന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനവും ഇടതുപക്ഷ പ്രസ്ഥാനവും ഇടതുപക്ഷ ധാരയിലൂടെ മുന്നോട്ടേക്ക് പോകുന്നത്. അതാണ് ഇടതുപക്ഷം. വി.ഡി. സതീശൻ ഇതിനിടെ പറയുണ്ടായി, ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം. പിന്നെയോ CPIM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാരെല്ലാം വലതുപക്ഷമാണ്. വി.ഡി. സതീശനോട് വലിയ കാര്യം വിശദീകരിച്ചിട്ടൊന്നും കാര്യമില്ല. കനകോലു സിദ്ധാന്തത്തിന്റെ തീരുമാനമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് ഉൾപ്പെടെ. പക്ഷേ ന്യായമായിട്ട് മാത്രമേ ഒരു പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ വ്യക്തത വേണമല്ലോ. അതുകൊണ്ട് ഞാൻ ആ വ്യക്തതയ്ക്ക് വേണ്ടി പറയുകയാണ്. എന്താണ് വലതുപക്ഷം എന്ന് പറഞ്ഞാൽ ഒറ്റ ഉദാഹരണം പറയാം. ലിയോ 14 പോപ്പ് ഇപ്പോഴും നിലവിലുള്ള പോപ്പാണ്. കഴിഞ്ഞ ഡിസംബർ മാസം 25-ാം തീയതി ക്രിസ്മസ് ദിനാചരണത്തിന്റെ ഭാഗമായിട്ടുള്ള സന്ദേശത്തിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. സമ്പന്നരായ വലിയ ഒരു വിഭാഗം ജനങ്ങളുടെ പണം കുമിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തെ പറ്റിയാണ് പറഞ്ഞത്. എന്നാൽ കോടിക്കണക്കിന് മനുഷ്യൻ ദുരന്തം തിന്ന് പട്ടിണി കിടന്ന് ജീവിക്കുകയാണ്. ഞങ്ങൾ മാർക്സിസ്റ്റുകാർ സാധാരണ പറയുന്നത് ഇങ്ങനെയാണ്: സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നു, ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുന്നു. ലിയോ 14 പറഞ്ഞതും അത് തന്നെയാണ്. സമ്പത്ത് കുമിഞ്ഞുകൂടുകയാണ്. ദാരിദ്ര്യം ഒരു ഭാഗത്ത് വലിയ രീതിയിൽ ജനങ്ങളുടെ ജീവിതത്തെ കാർന്നു തിന്നുകയാണ്. ഇവിടെ ആരാ വലതുപക്ഷം? വലതുപക്ഷം വളരെ വ്യക്തമാണ്. ഇന്ത്യയുടെ സമ്പത്ത് ഏതാണ്ട് 87% സമ്പത്ത് 10% കയ്യിലേക്ക് എത്തിക്കാൻ 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയ ആ കാലഘട്ടം മുതൽ കോൺഗ്രസിന് ശേഷം ഇപ്പോൾ BJP, ആദ്യം ടാറ്റയും ബിർളയും, ഇപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ അദാനിയും അംബാനിയും, ലോകത്തെ ഏറ്റവും വലിയ മുതലാളിമാരായി വളരണമെന്നാഗ്രഹിക്കുന്ന ഭരണവർഗ രാഷ്ട്രീയമാണ് വലതുപക്ഷം. ആ വലതുപക്ഷത്തിന്റെ വക്താവാണ് വി.ഡി. സതീശൻ. ഇവിടെയുള്ള കോൺഗ്രസ്, ഇവിടെയുള്ള BJP, വർഗപരമായിട്ട് ഇവർക്ക് ഒരു വ്യത്യാസമില്ല. അന്നും ഇന്നും ഒരേ നിലപാടാണ്. വർഗീയത മേൽപ്പൊടിയായിട്ട് ഉപയോഗിക്കുന്നു BJP എന്ന് മാത്രം. കുത്തക മുതലാളിത്തത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്നവരാണ്. ഭൂപ്രമാണിമാർക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ്. വിദേശ സാമ്രാജ്യത്വ ശക്തിയുടെ ഫിനാൻസ് മൂലധനത്തിന് കീഴടങ്ങുന്നവരാണ്. ഇന്നത്തെ പത്രത്തിൽ നമ്മൾ കണ്ടതുപോലെ ട്രംപ് പറയുന്നത് മുഴുവൻ അനുസരിക്കുന്നവരാണ്. ഇതാ വലതുപക്ഷം. ഞങ്ങൾ ഇടതുപക്ഷം. എന്താ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ പ്രത്യേക മുഖച്ഛായ? ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ. ഞങ്ങൾ ടാറ്റയ്ക്ക് വേണ്ടി, ബിർളക്ക് വേണ്ടി, അദാനിക്ക് വേണ്ടി, അംബാനിക്ക് വേണ്ടിയിട്ടല്ല. ഈ കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യരെ ചേർത്ത് പിടിക്കണം. നേരത്തെ പറഞ്ഞ ചാതുർവർണ്ണ വ്യവസ്ഥയിൽ പിന്തള്ളപ്പെട്ടു പോയ പാവപ്പെട്ട മനുഷ്യർ, മനുസ്മൃതിയുടെ ഭാഗമായിട്ട് ബ്രാഹ്മണ്യത്തിന്റെ കാലത്ത് എവിടെ നിൽക്കണമെന്ന് തീരുമാനിക്കപ്പെട്ട ആ പാവപ്പെട്ട മനുഷ്യർ, അവരുൾപ്പെടെയുള്ള കേരളത്തിലെ ജനത, ആ ജനതയെ മുന്നോട്ടേക്ക് നയിക്കുക എന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനവും ഇടതുപക്ഷ പ്രസ്ഥാനവും ഇടതുപക്ഷ ധാരയിലൂടെ മുന്നോട്ടേക്ക് പോകുന്നത്. അതാണ് ഇടതുപക്ഷം.